അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ നിലവിളിക്കുവാണ്. താൻ വെളിയിൽ കമ്മിറ്റഡ് ആണ്, തനിക്ക് ഗബ്രിയുമായി ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉള്ളത്, അത് ആരും തെറ്റിദ്ധരിക്കരുത്, വീട്ടുകാരൊക്കെ തന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് നടന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു 3-4 മാസം മുമ്പ് 2-ൽ കൂടുതൽ വ്യക്തികളെ പട്ടിക്ക് എല്ലും കൃഷ്ണം ഇട്ടുകൊടുക്കുന്ന പോലെ ജാസ്മിൻ ജാഫർ വലിച്ചെറിഞ്ഞ് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെയും ഇപ്പോഴത്തെ പ്രശ്നത്തിനെയും തമ്മിൽ ഉള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇത് അസ്ലാം അലിക്ക് അന്ന് ആ പ്രശ്നം നടന്നപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്ത് അയച്ച ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിന്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന്. അപ്പൊ ആ ഒരു ദിവസം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അസ്ലാം അലിയെ സപ്പോർട്ട് ചെയ്തത് അസ്ലാം അലിയുടെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. കാരണം അസ്ലാം അലി വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന കണ്ടപ്പോൾ ശരിക്കും ദുഃഖം തോന്നിയിട്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുറെ മെസ്സേജസ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മെസ്സേജാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ജാസ്മിൻ ജാഫർ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് താൻ കമ്മിറ്റഡ് ആണ്, തന്റെ ജീവിതം വരെ തകരുമോ എന്നുള്ള ഒരു ഭയമാണ് ആ കരച്ചിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ജാസ്മിൻ ജാഫറിനോട് ചോദിക്കാനുള്ളത്, അന്ന് അസ്ലാം അലിയെ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ടുകൊടുക്കുന്ന പോലെ വലിച്ചെറിഞ്ഞപ്പോൾ ഇതൊന്നും ഓർത്തില്ലായിരുന്നു? ഇതിപ്പോ ജസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് മാത്രമാണ്, കമ്മിറ്റഡ് ആയിട്ടേ ഉള്ളൂ, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് തപ്പിപ്പിടിച്ചെടുക്കാന്നെങ്കിലും പറയാം. അന്നാണെങ്കിൽ അസ്ലാം അലിയുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായതും. അതും അസ്ലാം അലി സോഷ്യൽ മീഡിയക്ക് പുറകിൽ അവര് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് ഒതുക്കിയ ഒരു കാര്യമാണ് ഈ ജാസ്മിൻ ജാഫർ വന്ന് ഇത്രയും കുളമാക്കി വെച്ചത്. അസ്ലാം അലി വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്. അസ്ലാം അലിക്ക് ഇന്നൊരു കുടുംബമുണ്ട്. ഹസ്ബൻഡിനോട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. ഇത് വേറെ വല്ലവർക്കും ആണ് സംഭവിച്ചിരുന്നെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതം തകരാൻ അത് മാത്രം മതിയായിരുന്നു. ഇതിപ്പോ അസ്ലാം അലിയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ദാമ്പത്യം അന്ന് നിലനിർന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റിൽ വരെ ഇത്രയും ജാസ്മിൻ ജാഫർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ജാഫറിന്റെ കമ്മിറ്റ്മെന്റിനും എല്ലാത്തിനും ഭയങ്കര വാല്യൂ ആണ്. ബാക്കിയുള്ളവരുടെ ജീവിതം തൊലഞ്ഞു പോയാലും ജാസ്മിൻ ജാഫറിന് ഒന്നുമില്ലെന്നാണ് ജാസ്മിൻ ജാഫർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അന്ന് ജാസ്മിൻ ജാഫറിന്റെ വീഡിയോയിൽ വിശദീകരണവുമായി തന്റെ ചാനലിൽ വന്നപ്പോഴേ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ കേസും അസ്ലയും തോന്നിവാസം പറഞ്ഞ് നടന്നത് കാരണം എന്റെ അപ്പനും അമ്മയും അനിയനും കൂടി കെട്ടിപ്പിടിച്ച് ഞങ്ങളെല്ലാരും നിലവിളിച്ചു, എല്ലാവരും തകർന്നിരിക്കുവാണ്. ആ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പോ എന്റെ കണ്ണെന്ന് വരെ കണ്ണുനീര് ഒലിക്കുന്നുണ്ടായിരുന്നു അവരാ പോകുന്ന സിറ്റുവേഷൻ അറിഞ്ഞിട്ട്. കാരണം ഒരു പരിശുദ്ധയായ ഒരു സ്ത്രീയെ അല്ലേ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് തോന്നിവാസം പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ എല്ലാം മനസ്സിൽ കൂടി പോകുന്നത്. അതും അവര് തമ്മിലുള്ള പേഴ്സണൽ കോൺവെർസേഷൻ ആണ് അത്, മനസ്സിലായോ? അല്ലാതെ അവര് സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു ഡിസ്കഷൻ അല്ലായിരുന്നു ജാസ്മിനെ കുറിച്ച്. അവര് രണ്ടുപേരും കേസും അസ്ലയും കൂടി അവരറിഞ്ഞ കാര്യങ്ങൾ അവരവിടെ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. അതിനാണ് ഇത്ര പുകിലുണ്ടാക്കിയതും വീട്ടുകാരെല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന കുറുവിളിയായിരുന്നെന്നും പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയപ്പോൾ ഈ വീട്ടുകാരെ കുറിച്ചൊന്നും ഈ കുട്ടി ഓർത്തില്ലേ? ഏതൊരു റിലേഷൻഷിപ്പിനും അതിൻ്റെതായ ബോർഡേഴ്സ് ഉണ്ട്. അപ്പൊ ജാസ്മിന്റെ ബോർഡർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉമ്മ വെക്കാം, അവരുമായിട്ട് ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കാം, നമുക്ക് കൈകളൊക്കെ കടിച്ച നമ്മുടെ കൈകളിലൊക്കെ അടയാളങ്ങൾ വരുത്താം, വിരള് ചപ്പാം. ഇതൊക്കെയാണ് ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ജാസ്മിൻ വെച്ചിരിക്കുന്ന അതിർവരമ്പ് ഇതാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പില്. അപ്പോൾ ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ജാസ്മിന് അന്ന് അസ്ലയും കേസും അവര് തമ്മിൽ നടന്ന ഒരു പേഴ്സണൽ കോൺവെർസേഷനില് ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ അവര് കേട്ട കാര്യങ്ങൾ പറഞ്ഞു പോയതിന് ഇത്രയും വലിയ പുകിലുണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് എന്റെ ഒരു സംശയം. ഞാൻ എവിടെയാണ് ജാസ്മിൻ ജാഫറിനെ സംശയിക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഈ ജാസ്മിൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് മുന്നക്കായെയും മുമ്പുള്ള ഏതോ ഒരു ഫ്രണ്ടിനെയൊക്കെ കൊണ്ട് നല്ലവളാണ് എന്ന് സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ ജാസ്മിൻ ജാഫർ പിറ്റേ ദിവസവും വീണ്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ആയിട്ട് വന്നു. അപ്പൊ അതില് ഒരാവശ്യവും ഇല്ലാതെ വീണ്ടും ഈ കാര്യങ്ങൾ വലിച്ചഴക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അന്ന് കുറെ യൂട്യൂബേഴ്സ് അത് പറയുകയും ചെയ്തായിരുന്നു. ഒന്ന് എല്ലാം ഒന്ന് അടങ്ങിക്കെട്ട് വരുന്ന സമയത്ത് ജാസ്മിൻ ജാഫർ വെറുതെ
വെറുതെ വ്യൂസിന് വേണ്ടി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി വീണ്ടും അനാവശ്യകരമായി ചെയ്ത ഒരു വീഡിയോ ആണ് അതെന്ന്. അപ്പൊ അവിടെയൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് തോന്നിയത്. അത് മാത്രമല്ല, എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നപ്പോൾ ഈ ജാസ്മിൻ ജാഫർ അതിൽ എക്സ്പ്ലനേഷൻ തരുന്ന പല കാര്യങ്ങളും നമുക്ക് അവ്യക്തത തോന്നിയിരുന്നു. മനസ്സിലായോ? അത് എല്ലാവർക്കും ആയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നി. ഞാനപ്പോൾ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്ത് അതിലൊരു മെസ്സേജ് എന്റെ ഐഡിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഇവിടെ എവിടെയോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കേസിനെ ഭീഷണിപ്പെടുത്തിയതായിട്ടും പിന്നെ അസ്ല ഈ ജാസ്മിനെ ഇത്രയും ഭയക്കുന്നതും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. നിങ്ങൾ ഓർക്കണം, ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ വരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ. കാരണം തനിക്ക് പെർഫ്യൂം ഹറം ആയതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല. അത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്ന് അവിടെ ബിഗ് ബോസിൽ പോയി തന്റെ ഈ സ്വഭാവം കാണിച്ചിരിക്കുന്നത്. ഈ അസ്ലാം അലിയെ അവസാനം ജാസ്മിൻ ജാഫർ കൊണ്ട് എത്തിച്ചത് എവിടെയാണ്? ഒരു കൗൺസിലിംഗ് സെന്ററിലാണ്. അവസാനം കൗൺസിലിംഗ് എടുക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ജസ്റ്റ് മാരീഡ് ആണ് അവരുടെ ആ ഹണിമൂൺ ഫേസിലാണ് ഇങ്ങനെ ഒരു പണി നമ്മുടെ ജാസ്മിൻ ജാഫർ കൊടുത്തത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അസ്ലാം അലി എന്ന് പറയുന്ന ഒരു ബ്ലെസ്ഡ് ചൈൽഡ് ആണ്. അവർക്ക് അവരുടെ വില അറിയില്ല. ഈ ജാസ്മിൻ ജാഫറിന് അത് നന്നായിട്ട് അറിയാം. അസ്ലാം അലി ഒരു ബ്ലെസ്ഡ് ചൈൽഡ് ആണ്. പ്യുവർ ആയിട്ടുള്ള കുശുമ്പാണ് ജാസ്മിൻ ജാഫറിന് അസ്ലാം അലിയുടെ അടുത്ത് തോന്നിയതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ജാസ്മിനെയും അസ്ലിനെയും വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട്. പണത്തിന് പണമുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഫാമിലി ഉണ്ട്, നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് ഫെയിം ഉണ്ട്. ഇഷ്ടമുള്ളപ്പോൾ ദുബായിലും അവിടെ ഇവിടെ എല്ലാം പോയി ഈ കൊച്ചിന് വരാം. അങ്ങനെ ഒന്നിനും ഒരു കുറവും കാണുന്നില്ല. അത് മാത്രമല്ല, സമയമായപ്പോൾ ഒരു നല്ല ദാമ്പത്യ ജീവിതം അതിന് കിട്ടി. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തോന്നുന്ന ജലസ് തന്നെയാണ് ഇവിടെ ജാസ്മിൻ ജാഫറിന്റെ അസ്ലയുടെ അടുത്ത് തോന്നിയത്. അത് എങ്ങനെയെങ്കിലും കുളം തോണ്ടി ആ അസ്ലാം അലിയുടെ ജീവിതം തുലയ്ക്കണം എന്നുള്ളതായിരുന്നു ജാസ്മിന്റെ ഇന്റൻഷൻ എന്നുള്ളത് ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. കാരണം എന്ന് പറയുന്നത്, അന്ന് ജാസ്മിൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് വ്യൂസിനും സബ്സ്ക്രിപ്ഷനും വേണ്ടി മാത്രമാണ്. അത് 100% ഉറപ്പാണ്. ഇവിടെ ജാസ്മിൻ ജാഫറിന്റെ പ്ലാൻ വർക്കൗട്ട് ആയി അന്ന്. കാരണം അസ്ലയുടെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ജാസ്മിൻ അന്ന് കിട്ടി. അതാണ് സത്യം. പിന്നെ കുറെ പേര് അസ്ലയോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് ഈ കേസുമായിട്ടുള്ള റെക്കോർഡിംഗ് ഒക്കെ നീ ഈ ജാസ്മിൻ അയച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഈ പുറത്ത് വിട്ടതെന്ന്? സത്യം പറഞ്ഞാൽ അസ്ല അവിടെ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അസ്ലയുടെ ഒരു കൂട്ടുകാരനായ അഫ്സൽ, അയാളെ രക്ഷിക്കാനാണ് അസ്ല ഈ ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ ഒരു റൂമറൊക്കെ ഉണ്ട്, നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനൊരു പ്രൂഫായിട്ടാണ് ഈ കേസും കൂടി അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ഈ ഓഡിയോ ക്ലിപ്പ് ഈ അഫ്സലിന് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അഫ്സൽ എന്താണ്, അസ്ലയെ ചതിച്ചിട്ട് ഈ ജാസ്മിൻ ജാഫറിന് ഇത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജാസ്മിൻ ജാഫറിന് ഈ ഒരു ഫോൺ റെക്കോർഡിംഗ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കും ഒരു ഫ്രണ്ട് ഉണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ട് നാളെ ഇങ്ങനെ ഒരു റൂമർ സ്ത്രീയെ പോയി സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ലേ നോക്കൂ. നിങ്ങൾ ഉറപ്പായിട്ടും ആ ഫ്രണ്ടിന്റെ അടുത്ത് പറയും അല്ലേ, എടാ നീ ഒന്ന് സൂക്ഷിക്കണം, അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. ഇതേ ഇവിടെ അസ്ലാം അലി ചെയ്തിട്ടുള്ളൂ. ആ ഫ്രണ്ടാണ് സത്യം പറഞ്ഞ അസ്ലാം അലിയെ ഇങ്ങനെ ഒരു വലിയ കുടുക്കിൽ കൊണ്ട് ചാടിച്ചത്. പിന്നെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാതെ നിന്നു പോകുന്ന സിറ്റുവേഷൻസ് വരും. കാരണം നമ്മളെ ഭാഗത്തായിരിക്കും ന്യായം, പക്ഷെ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഈ അസ്ലാം അലിയും പോയത്. കാരണം എന്ന് പറയുന്നത്, അവരോട് ഈ ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം വളരെ നിരപരാധിയായ ഒരു ജാസ്മിനെ കുറിച്ചാണ് ഈ തോന്നിവാസം പറഞ്ഞുകൊണ്ട് അസ്ലാം അലിയും കേസും കൂടെ നടന്നത്. അപ്പൊ എല്ലാവരും അസ്ലാം അലിയുടെ അടുത്ത് ഈ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ വെളിയിൽ വന്നപ്പോ ഈ അസ്ലാം അലിയുടെ അടുത്ത് എല്ലാവരും ചോദിക്കുവാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു നല്ല കുട്ടിയെ പറ്റി ഇങ്ങനെ തോന്നിവാസം പറഞ്ഞുകൊണ്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അസ്ലാം അലിയുടെ ഭാഗം ന്യായീകരിക്കാൻ അസ്ലാം അലിക്ക് റെക്കോർഡിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലവർക്കായിട്ട് അയച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് അവിടെ വന്നു. അസ്ലയുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് അസ്ലയുടെ ആവശ്യമെന്ന്. പക്ഷെ ഇവിടെ പ്രൂഫ് ഇല്ല.
അതായത് ജാസ്മിൻ ജാഫർ എങ്ങനത്തെ വ്യക്തിയാണെന്ന് കാണിക്കാനുള്ള ഒരു പ്രൂഫ് ഒന്നുമില്ല, ഇതൊരു റൂമർ മാത്രമാണ്. അവിടെയാണ് അസ്ലാം അലിയെ എല്ലാവരും കൂടെ കരിവാരി തേക്കുന്നത്. അവസാനം അസ്ലാം അലി എല്ലാവർക്കും എല്ലാം അയച്ചു കൊടുത്തെങ്കിലും ഈ പ്രൂഫ് ഒന്നും കാണിക്കാൻ അസ്ലാം അലിയുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അസ്ലാം അലി അവിടെ അഴുക്കാവുകയാണ് ചെയ്തത്. അന്ന് ജാസ്മിൻ ജാഫറിന്റെ കൂടെ എല്ലാവരും നിന്നത് എന്തുകൊണ്ടാണ്? കാരണം ജാസ്മിൻ ജാഫർ ഒരു തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് പ്രൂഫ് ഇല്ല, ആളുകൾ ആരും കണ്ടിട്ടില്ല ഒന്നും. ഇതൊരു വെറും റൂമർ മാത്രമാണ്. അതുകൊണ്ടാണ് അന്ന് ജാസ്മിൻ ജാഫറിന്റെ കൂടെ എല്ലാവരും നിന്നത്, ജാസ്മിൻ ജാഫറിന്റെ വശം പിടിച്ചിട്ട്. പക്ഷേ ഇന്നെന്ന് പറയുന്ന ജാസ്മിൻ ജാഫർ അന്ന് ആ കുറച്ച് 5 ലക്ഷം അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറിന് വരുന്ന ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ജാസ്മിൻ ജാഫർ അന്ന് ആ വീഡിയോയിൽ വന്ന് താൻ നിരപരാധിയാണ് എന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ആ ജാസ്മിൻ ജാഫറാണ് ഇന്ന് ലക്ഷങ്ങൾ വരുന്ന മലയാളികൾ കാണുന്ന ഒരു TV ഷോയിൽ വന്ന് ഈ ഒരു കോപ്രായം കാണിച്ചത്. അപ്പൊ ജാസ്മിൻ ജാഫറിന് ഒരു ചിന്തയുണ്ടായിരുന്നു, എന്റെ ഭാഗമൊക്കെ ഞാൻ ന്യായീകരിച്ച് വെച്ചിരിക്കുവാണല്ലോ, ഞാനൊരു ശുദ്ധയാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അപ്പൊ ഞാൻ ഇനി അവിടെ പോയി എന്ത് കാണിച്ചാലും അത് ഫ്രണ്ട്ഷിപ്പ് ആണ്, അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ആളുകൾ അങ്ങ് വിശ്വസിച്ചോളും എന്നങ്ങ് ജാസ്മിൻ ജാഫർ വിചാരിച്ചു. അവിടെയാണ് ജാസ്മിൻ ജാഫറിന് മലയാളികളൊന്നും മന്ദബുദ്ധികളല്ല എന്ന് ഇനിയെങ്കിലും വിശ്വസിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ ജാസ്മിൻ ജാഫറിന് കൊള്ളാം. റിലേഷൻഷിപ്പിനെ അളക്കാൻ മലയാളികളെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അവർക്ക് നന്നായിട്ട് അറിയാം ഫ്രണ്ട്ഷിപ്പ് എന്താണ്, ലവ് അഫെയർ എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ നമ്മൾ ഡിംപിൾ ബാലിന്റെയും മണിക്കുട്ടന്റെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ്. ഡിംപിൾ ബാല് മണിക്കുട്ടന്റെ തോളത്തിരുന്ന് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര നല്ല ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അതിന് ആരെങ്കിലും ഒരു റൂമറായിട്ടോ തെറ്റോ പറഞ്ഞോ? അപ്പോൾ മലയാളികൾ എന്താ അറിയത്തില്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ ബോർഡർ എവിടെയാണ്, ലവ് അഫെയറിന്റെ ബോർഡർ എവിടെയാണെന്ന്? അപ്പോൾ എല്ലാവരുടെയും കണ്ണില് പൊടിയിടാനാണ് ജാസ്മിൻ ഇവിടെ ശ്രമിച്ചത്. ഈ അസ്ലാം അലിയെ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഒരു വീഡിയോയില് വന്നിരുന്ന് പറയുകയാണ്, അസ്ലേനെ നിങ്ങൾ ആരും ഒന്നും പറയരുതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും വലിച്ചെറിഞ്ഞു കൊടുത്ത് ആ കുട്ടിയെ എല്ലാരും കൂടെ വലിച്ച് കീറി ഒരു പരുവമാക്കിയതിന് ശേഷം വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് പഠിച്ച ഒരു കള്ളിയാണ് ഈ കുട്ടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നാളെ ഒരാളെ ബുള്ളിങ്ങിന് ഇങ്ങനെ ഇട്ടു കൊടുക്കുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ദിവസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം ഇനി ജാസ്മിൻ ജാഫർ ആലോചിക്കണം. ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്തായി അന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നതിലുണ്ടായിരുന്ന ജാസ്മിൻ ജാഫറിന്റെ ഉഡ്ബി ആയിരുന്ന മുന്നക്കാന്നോ അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത്, ആ പുള്ളി തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ പോസ്റ്റ് കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ പക്ഷേ ജാസ്മിൻ ജാഫറിന്റേതും വില കുറച്ചാണ് ഇയാളെ കാണുന്നത്. കാരണം ആ സ്ത്രീ വീണെന്ന് കണ്ടപ്പോൾ കണ്ടോ, വീണ്ടും കുത്തി കുത്തി നോവിക്കാൻ കുറെ പേരിങ്ങനെ ഇറങ്ങും. അതും ഒന്ന് അയാൾ ആലോചിക്കണം, അയാൾ കുറെ നാള് സ്നേഹിച്ച ഒരു സ്ത്രീയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. ആ ജാസ്മിനെ കുറിച്ചാണ് അയാൾ ഇന്ന് അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഒരു 0 വാല്യൂവേ ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാൽ പോലും അന്ന് ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച ആ വ്യക്തിയാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് സൗന്ദര്യമോ പണമോ കൊണ്ട് എന്നും സത്യത്തെ മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. എന്നായിരുന്നാലും ഇതൊക്കെ പുറത്ത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഞാൻ പറയുന്നത് ജാസ്മിൻ ജാഫർ ഒരു അഴുക്ക സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ അവര് വഷളായിട്ട് നടന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്ന് ഒരു ആവശ്യവുമില്ലാതെ കുറെ ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തതിന്റെ ഒരു കർമ്മഫലമാണ് ഇന്ന് ജാസ്മിൻ അനുഭവിക്കുന്നത്. നമ്മൾ കിസ് ചെയ്യും എന്നൊക്കെ, പക്ഷെ ആ ഒരു കിസ് ചെയ്താൽ പോലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഫ്രണ്ട്ഷിപ്പ് ആണോ അത് വേറെ വല്ല ഫീലിങ്ങിലുമാണോ ആ കിസ് കൊടുക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ജാസ്മിൻ ജാഫറും ഗബ്രിയും അവിടെ ഇടപഴകുന്ന ആ ഒരു രീതി കണ്ടാൽ അറിയാം അത് വേറെ പലതിലോട്ടുമുള്ള പോക്കാണ്. മണ്ടന്മാര് പ്രേക്ഷകരെ ആക്കരുത്. ഇപ്പോൾ ഇവര് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും
ഇതിനെ ഒരു വിലയിരുത്താനോ ഒന്നിനും പോകത്തില്ലായിരുന്നു. ഇത് ആളുടെ മടയരാക്കുക. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ വെസ്റ്റേൺ കൺട്രീസ് എടുത്താൽ പോലും അവര് ഡേറ്റിങ്ങിന് പോയി കഴിഞ്ഞ് ഒരാളടുത്ത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അവര് പിന്നെ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ട്രസ്റ്റ്വർത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ സഹോദരനെയും സഹോദരിയെയും വരെ മാറ്റിക്കിടത്തുന്ന ഒരു രീതിയാണ് ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ളത്. അത് കഴിഞ്ഞ് അവർക്ക് ഒരു അന്യ പുരുഷനുമായ ഒരു ഫീലിങ്സ് തോന്നിയാൽ അത് അവർ പറയും, എനിക്ക് നിന്നോട് സെക്സ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നീയുമായിട്ട് ഡേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അത് ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടാണ് അവർ ആ ഡേറ്റിങ്ങിനും കാര്യത്തിനും പോകുന്നത്. അല്ലെങ്കിൽ അവര് സെക്സ് ചെയ്യുന്നത്, അല്ലാതെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടല്ല അവര് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും സെക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് വെസ്റ്റേൺ കൺട്രീസിൽ നോക്കി അവരുടെ ഒരു രീതിയാണ്, വന്നിട്ട് ഇങ്ങനെ നമ്മളെ ഹഗ് ചെയ്തിട്ട് അവര് കിസ് ചെയ്യും. അവര് കിസ് അല്ല ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഹഗ് ചെയ്തിട്ട് അവരവരുടെ കവിളുമാണ് ഇങ്ങനെ ഒരു രീതിയിലാണ് അവർ ആ കിസ്സിങ് അവരവിടെ ചെയ്യുന്നത്. കാരണം എനിക്കും എന്റെ ഫാമിലിയിൽ ഈ പുറത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അവരൊക്കെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുള്ളൂ. അവർ ആ ലിപ്പ് മൊത്തത്തിൽ നമ്മളെ കവിളില് ഉമ്മ വെക്കത്തില്ല. അപ്പോൾ അവിടെ വരെ അതൊരു പ്യുവറായിട്ട് നടക്കുവാണ്. അപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ സമൂഹത്തിന് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോഴെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും അസ്ലാം മല്ലികയുടെയും കേസിന്റെയും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്ന് കാണും. കാരണം ഒത്തിരി പേര് അത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ അസ്ലയുടെ കമന്റ് സെക്ഷൻ പോയി നോക്കിയാലും ജാസ്മിൻ ജാഫറിന്റെ കമന്റ് സെക്ഷൻ പോയി നോക്കിയാലും നമുക്ക് കാണാം, ആ ഒരു വ്യത്യാസം കാണാം. നമുക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പാഠമാകട്ടെ. കാരണം പാപം ചെയ്യാത്തവൻ തന്നെ കല്ലെറിയട്ടെ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. നമ്മളൊക്കെ എല്ലാവർക്കും തെറ്റുപറ്റും. പഴുത്ത ഇല വീഴുമ്പോ പച്ച ഇല നോക്കി ചിരിക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ഒരു ബിഗ് ബോസ് റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.